ക്ഷമയോടെ ആയിരിക്കും. എല്ലാം ക്ഷമിക്കാൻ അവന് കഴിയും. വിശുദ്ധാത്മാക്കളെല്ലാം തൻ്റെ ജീവിതത്തിലേക്ക് വന്ന സഹനങ്ങളെല്ലാം അവർ വാരിപ്പുണർന്നു. സഹനം വന്നപ്പോൾ അയ്യോ എന്നും പറഞ്ഞ് അവൻ പരാതി പറഞ്ഞില്ല, അവൻ പരിഭവിച്ചില്ല. വിശുദ്ധാത്മാക്കളെല്ലാം സഹനത്തെ ആവോളം സന്നോട് സ്വീകരിച്ച് ക്ഷമയോടെ സഹിക്കാൻ കാരണം എന്താ? ഈ പിശാചിന്റെ സൂത്രവാക്യം അവർക്ക് നന്നായിട്ട് അറിയാം. ഈ സഹനം മനുഷ്യന്റെ മേൽ ഇട്ട് കൊടുത്തിട്ട് ദൈവത്തെ ശപിക്കണം മനുഷ്യൻ ദൈവത്തെ കുറ്റപ്പെടുത്തണം, അതാ അവന്റെ ആവശ്യം. എന്നാൽ വിശുദ്ധാത്മാക്കള് നാരകീയ സർപ്പത്തിന്റെ തലയെ പരിശുദ്ധ അമ്മയോട് ചേർന്ന് ഇതാ ഇങ്ങനെ ചവിട്ടി തകർത്തുകൊണ്ടാ വേദനകളെല്ലാം ക്ഷമയോടെ സഹിച്ചത്. അങ്ങനെ സഹിക്കുന്നവരുടെ മേൽ പിശാചിന് ഒരധികാരമില്ല, അവൻ ദൂരെ പോകും. പിശാച് നിങ്ങളെ വിട്ടുപോകും. യേശുവിനെ ഏറ്റുപറയുകയും ദൈവത്തെ സ്തുതിക്കുകയും ചെയ്യുന്ന ഓരോ വ്യക്തിയുടെ മേലും പിശാചിന് അധികാരമില്ല. ഈ സത്യമറിഞ്ഞ് ക്രിസ്ത്യാനി ആയിരിക്കുന്ന ഓരോരുത്തരും ഈ സുവിശേഷം, ഈ സത്യസുവിശേഷം ലോകത്തോട് വിളംബരം ചെയ്യാനായിട്ട് ഓരോ ക്രിസ്ത്യാനിയും ഉണരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. കാരണം നിങ്ങളുടെ കയ്യിൽ കിട്ടിയിരിക്കുന്ന, നമ്മുടെ കയ്യിൽ കിട്ടിയിരിക്കുന്ന ഈ ദൈവവചനം എന്ന അമൂല്യമായ സമ്പത്ത്, അത് അറിയാതെ കോടാനുകൂടി മനുഷ്യർ പാവത്തിൽ, വേദനയിൽ, സങ്കടത്തിൽ, ആത്മഹത്യയിലേക്ക് പോകുമ്പോൾ അതിന്റെ കണക്ക് നമ്മൾ പറയേണ്ടി വരും. അതിനാൽ പ്രിയരെ, ഞാൻ എൻ്റെ വാക്കൊന്ന് ചുരുക്കുകയാണ്. ഇവിടെ ബഹുമാനപ്പെട്ട തോമസിനെ സിസ്റ്ററുണ്ട്, അദ്ദേഹത്തെ ക്ഷണിക്കാൻ